ഹായ്, ഞാൻ അരുൺ ശിവൻ. നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ ചില സമയത്ത് നിങ്ങളുടെ ഫോട്ടോസ് വളരെ ഡാർക്കായിട്ടൊക്കെ വരാറുണ്ടോ? അതല്ലെങ്കിൽ ചിലപ്പോൾ ബ്രൈറ്റായിട്ട് വരാറുണ്ടോ? അതായത് കുറച്ച് ബേണായി പോകുന്നു, അതായത് കത്തിപ്പോയി എന്നൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് ചില ആളുകൾ. അങ്ങനെയൊക്കെ വരാറുണ്ടോ? ചില ഫോട്ടോസ് വളരെ രസകരമായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടാറുണ്ട്. അതായത് ഇത് മൊബൈലിൽ എടുക്കുമ്പോഴാവാം, അതല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള DSLR ക്യാമറയിൽ എടുക്കുമ്പോഴാവാം, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാവും. എന്തായിരിക്കും ഇതിൻ്റെ റീസൺ? നമ്മൾ എന്താണ് ഫോട്ടോഗ്രാഫി, എങ്ങനെയാണ് ക്യാമറ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താണ് ക്യാമറ പ്രവർത്തിക്കാനുള്ള റോ മെറ്റീരിയൽ? ഒരു ഫോട്ടോ എടുക്കാൻ എന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും ആൻസർ പറയുന്നത്? ക്യാമറയുടെ പ്രവർത്തനം ഒക്കെ ഞാൻ ഇതിന് മുമ്പുള്ളൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, എന്താണ് അതിൻ്റെ റോ മെറ്റീരിയൽ എന്നത്. ലൈറ്റാണ് അല്ലേ? ലൈറ്റാണ് ക്യാമറ റോ മെറ്റീരിയൽ. ലൈറ്റ് വന്ന് സെൻസറിൽ വന്ന് പതിക്കുമ്പോഴാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് എങ്ങനെയാണ് ഈ ലൈറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇമേജ് ഫോം ചെയ്യുന്നത്, എങ്ങനെയൊക്കെ ഇമേജ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഡാർക്കറായിട്ടോ അല്ലാണ്ടും ബ്രൈറ്റർ ആവാണ്ടും കറക്റ്റായിട്ടുള്ള രീതിയിൽ കിട്ടുന്നത്. അതെ, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഫോട്ടോഗ്രാഫി എക്സ്പോഷറിനെ കുറിച്ചാണ്. എന്താണ് ഫോട്ടോഗ്രാഫി എക്സ്പോഷർ? എൻ്റെ ലെഫ്റ്റും റൈറ്റും കാണുന്ന രണ്ട് ഇമേജുകൾ നോക്ക്. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ലൈറ്റ് എന്ന് നോക്ക്. ഇത് അതോ ഇതോ? ഈ മൂന്നെണ്ണത്തിൽ ഏതാണ് കറക്റ്റ് ലൈറ്റ് പറയുന്നത്? ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഈ സെൻറ്ററിൽ ഇരിക്കുന്നതാവും അല്ലേ നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കുറച്ച് അണ്ടറും റൈറ്റ് സൈഡിൽ കാണുന്നത് കുറച്ച് ഓവർ എക്സ്പോഷറും. എന്നെ നിങ്ങൾ കാണുമ്പം ഇതൊരു പിക്ചർ ആകുന്ന സമയത്ത് നിങ്ങൾ ഈ കാണുന്നത് പോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് വ്യക്തമായിട്ട് എൻ്റെ റിയലിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് ക്യാമറയെ ക്യാപ്ചർ ചെയ്യണം. എങ്കിൽ മാത്രമല്ല അത് നല്ല ഫോട്ടോസാണ്, അത് അയാളെപ്പോലെ ഇരിക്കുന്നു എന്നൊക്കെ കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ലൈറ്റ് കറക്റ്റാണെന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് ഒരു ഫോട്ടോ എടുക്കുന്നതിന് ആവശ്യമായ കറക്റ്റായിട്ടുള്ള ലൈറ്റ്, റൈറ്റ് എമൗണ്ട് ഓഫ് ലൈറ്റിനെ നമുക്ക് ബാലൻസ്ഡ് എക്സ്പോഷർ എന്ന് പറയാം. ഈ ലൈറ്റ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അണ്ടറായി പോവും, ലൈറ്റ് കൂടി പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഓവർ എക്സ്പോഷറായി പോകും. അതായത് ബേണായി എന്നൊക്കെ നമ്മൾ ലോക്കൽ ലാംഗ്വേജിൽ പറയുമെങ്കിലും അതിനെ ഓവർ എക്സ്പോഷർ എന്നാണ് പറയുന്നത്. ഓവർ എക്സ്പോസ്ഡ് ആയി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ലൈറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ എക്സ്പോസ്ഡ് ആയി എന്നാണ് നമ്മൾ പറയുന്നത്. ഈ പറയുന്നത് പോലെ, ഈ രണ്ട് ഫോട്ടോയിൽ കാണുന്നത് പോലെ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഈ ബാലൻസ്ഡ് എക്സ്പോഷർ എന്നുള്ളത്. എങ്ങനെ നമുക്ക് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കറക്റ്റ് ലൈറ്റ് അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആ ലൈറ്റിനെ ഉപയോഗിച്ച് എങ്ങനെ കറക്റ്റായിട്ട് ആ ലൈറ്റിനെ ക്രമീകരിക്കാൻ പറ്റും ബാലൻസ്ഡ് ആയിട്ട് എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു ഫോട്ടോ എടുക്കാൻ റൈറ്റ് എമൗണ്ട് ഓഫ് ലൈറ്റിനെ എങ്ങനെ നമുക്ക് ക്രമീകരിക്കാം, അതിലേക്കാണ് ഞാൻ ഇനി പോകുന്നത്. ഈ കാണിച്ചിരിക്കുന്നത് പോലെ സെൻട്രൽ 0, ഈ ഒരു സ്കെയിൽ പോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ്, ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ്. ഈ ആരോ കാണുന്നില്ല, ഈ ആരോ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ലൈറ്റ് കൂടുതലാണെന്നും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ലൈറ്റ് കുറവാണ് എന്നാണ് കാണിക്കുന്നത്. അതായത് +1 +2 -1 -2 എന്ന് കിടപ്പുണ്ട്. അതായത് +1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോപ്പ് കൂടുതലാണെന്നും +2 എന്ന് പറഞ്ഞാൽ 2 സ്റ്റോപ്പ് കൂടുതലാണെന്നും -1 എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോപ്പ് കുറവാണെന്നും -2 എന്ന് പറഞ്ഞാൽ 2 സ്റ്റോപ്പ് കുറവാണെന്നും. അതായത് ഈ 2 സ്റ്റോപ്പ് കുറയുമ്പോൾ ലൈറ്റ്, അതായത് ഇമേജ് ഇപ്പം അണ്ടറാവും, 2 സ്റ്റോപ്പ് കൂടുമ്പം 2 സ്റ്റോപ്പ് ഓവർ എക്സ്പോസ്ഡ് ആവും. അപ്പോൾ ഈ തരത്തിൽ ആണ് നമുക്ക് ലൈറ്റ് കൂടുതൽ കുറവെന്ന്. അതിൻ്റെ അപ്പുറത്തേക്ക് ആരോ ഇട്ടൊക്കെ കാണിക്കാറുണ്ട് ചില സമയത്ത്. ഇതിൻ്റെ അപ്പുറത്തും വരാറുണ്ട്, ഇതിനേക്കാളും കൂടുതൽ. അതിൻ്റെ അപ്പുറത്തേക്ക് ലൈറ്റ് മീറ്റർ ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലും കൂടുതലാണ് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇതിനെ എങ്ങനെ ബാലൻസ് ചെയ്യാം, എങ്ങനെ ഈ ക്യാമറയ്ക്കുള്ളിൽ എങ്ങനെ ലൈറ്റിനെ അറേഞ്ച് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ഈ ക്യാമറയുടെ പ്രവർത്തനം ഇതിന് മുമ്പുള്ള എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ക്യാമറയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഈ ലെൻസിൽ കൂടി, അതായത് ലൈറ്റ് ലെൻസിൽ കൂടി കടന്നു വരുമ്പോൾ ലെൻസിൻ്റെ ഉള്ളിൽ അപ്പേർച്ചർ എന്ന് പറയുന്ന ഒരു പോർഷനുണ്ട്, ഒരു ഡിവൈസ്. ആ ഡിവൈസ് അതിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നാൽ ക്യാമറ ഉള്ളിലേക്ക് ലൈറ്റിനെ കടത്തിവിടുന്ന തടയുകയും കൂട്ടുകയും ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അതായത് അതിനകത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ, അതായത് ഫുൾ ഓപ്പൺ വരുമ്പം ലൈറ്റ് മാക്സിമം ക്യാമറ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുകയും ക്ലോസ് ചെയ്യുമ്പം, അതായത് നമ്മുടെ ആവശ്യാനുസരണമാണ് കേട്ടോ നമ്മളിത് ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുന്നത്. ക്ലോസ് ചെയ്യുന്നതനുസരിച്ച് ലൈറ്റ് കുറവ് വരും. ഈ അപ്പേർച്ചറിൻ്റെ എഫ് സ്റ്റോപ്പ് നമ്മൾ പറയുമ്പോൾ യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു എഫ് സ്റ്റോപ്പ് ഉണ്ട്. 1.4, 2, 2.8, 4, 5, 6, 8, 11, 16, 22. ഇതാണ് നമ്മൾ യൂണിവേഴ്സൽ ആയിട്ടുള്ള എഫ് സ്റ്റോപ്പുകൾ. യൂണിവേഴ്സൽ എഫ് സ്റ്റോപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് സ്റ്റോപ്പുകളില്ല എന്നല്ല പറയുന്നത്. നമ്മളൊരു സ്കെയിൽ എടുക്കുകയാണെങ്കിൽ 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെൻറ്റിമീറ്ററുകൾ രേഖപ്പെടുന്നു. അതിനകത്ത് 1.2 ഇല്ല എന്നൊന്നുമില്ല, ഉണ്ട്. പ്രധാനപ്പെട്ട സ്റ്റോപ്പുകൾ മാത്രമേ നമ്മൾ അടയാളപ്പെടുത്തുള്ളൂ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്റ്റോപ്പാണ് ഈ കാണുന്നത്. ഇങ്ങനെ പറയാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ചില DSLR ക്യാമറകളിൽ 6.7, 3.5 അങ്ങനെ ഇടയിൽ 10, 9 എന്നൊക്കെ പറഞ്ഞുള്ള എഫ് സ്റ്റോപ്പുകൾ കാണാം. ഈ എഫ് സ്റ്റോപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയേക്കാം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ പറയാനായിട്ടുള്ള റീസൺ. ഓക്കെ, അപ്പോൾ ഇത് 1.4 എന്ന് പറയുന്നത് ഫുൾ ഓപ്പൺ ആകുകയും 22 എന്ന് പറയുന്നത് മാക്സിമം ക്ലോസ് ആകുന്ന അവസ്ഥയാണ്.
അതിനുശേഷം നമ്മളവിടെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ഡിവൈസ് ഉണ്ട്. അതിനുശേഷം ലൈറ്റ് ട്രാവൽ ചെയ്തിട്ട് ഷട്ടർ എന്ന് പറഞ്ഞൊരു പോർഷനുണ്ട്. ഷട്ടറിൻ്റെ ഉപയോഗമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഈ ഷട്ടർ തുറന്നടയും, അതായത് തുറന്നടയുന്ന സ്പീഡിനനുസരിച്ചിട്ട് ലൈറ്റിനെ കൺട്രോൾ ചെയ്യും. അതായത് ഷട്ടർ നോർമലി നമ്മൾ പറയുന്നത് 1/125, 1/250, 1/500 അങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ അതും ഓരോ സ്റ്റോപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇത് തുറന്നടയുന്നത്, ഇത് 1/125 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു സെക്കൻഡിനെ 125 ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ ഒരു സെക്കൻഡിൽ വന്ന്, അപ്പോൾ എത്ര ഒരു സെക്കൻഡിനെ 125 ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിലൊരു സെക്കൻഡിൽ ഷട്ടർ വന്ന് അടയുമ്പോൾ എന്ന് പറയുമ്പോൾ എത്രമാത്രം ഫാസ്റ്റാണെന്ന് വിചാരിച്ചു നോക്കുക. അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ടാണ് ഈ ഷട്ടർ തുറന്നടയുന്നത്. അപ്പോൾ ഈ തുറന്നടയുന്നതിൻ്റെ സ്പീഡ് കൂട്ടിക്കഴിയുമ്പോൾ ഇതിനകത്തേക്ക് കയറുന്ന ലൈറ്റിൻ്റെ എമൗണ്ട് കുറയും. സ്പീഡ് കുറയുന്നതനുസരിച്ച് കൂടുതൽ ലൈറ്റ് ഉള്ളിൽ കയറും. അത് നോർമലായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ലൈറ്റിനെ കട്ട് ചെയ്യണമെങ്കിൽ ഷട്ടർ ഉപയോഗിച്ച് ഷട്ടർ സ്പീഡ് കൂട്ടിയാൽ മതി, അത് കട്ടാവും. ഈ ഷട്ടറിന് വേറെ ഉപയോഗമുണ്ട്, അത് അടുത്ത എപ്പിസോഡുകളായിരിക്കും പറയാൻ പോകുന്നത്. ഇപ്പം ഇത് മനസ്സിലാവാൻ വേണ്ടി കുറച്ച് സിമ്പിളായിട്ടാണ് ഞാനിത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിലൂടെ ഈ ക്യാമറയുടെ സെൻസറിൽ ഈ ഷട്ടർ ഓപ്പൺ ചെയ്യുന്നു, ക്യാമറയുടെ സെൻസറിൽ വന്ന് ലൈറ്റ് പതിക്കുന്നു, ഇമേജ് ഫോം ചെയ്യുന്നു. ഈ സെൻസറിന് ഒരു സെൻസിറ്റിവിറ്റി ഉണ്ട്. അതായത് ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ ഇമേജ് ഫോം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതായത് 100, 200, ഈ 1000 അല്ലെങ്കിൽ 1600 എന്ന് പറയാം. ഇതിൻ്റെ ഇടയിൽ നിരവധി ISO നമ്പറുകളുണ്ട്. 100ഉം 1600 നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 100 ലോ സെൻസിറ്റിവിറ്റിയും 1600 ഹൈ സെൻസിറ്റിവിറ്റിയുമാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും ലോ സെൻസിറ്റിവിറ്റി എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് കൂടുതൽ ലൈറ്റുള്ളപ്പോൾ ലോ സെൻസിറ്റിവിറ്റിയും കുറവ് ലൈറ്റുള്ളപ്പം ഹയർ സെൻസിറ്റിവിറ്റിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഹയർ സെൻസിറ്റിവിറ്റിയിലേക്ക് പോകും തോറും നോയ്സ്, അതായത് ഡിജിറ്റലായിട്ടുള്ളൊരു നോയ്സ് കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ലോ ആയിട്ടുള്ള സെൻസിറ്റിവിറ്റി ഉള്ള ISO ആണ് നമ്മളെപ്പോഴും ചൂസ് ചെയ്യുന്നത്. ചില ക്യാമറകൾ, പ്രൊഫഷണൽ ക്യാമറകൾ കുറച്ച് ചിലപ്പോൾ നമ്മൾ 1600 ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ടെക്നോളജി ഡെവലപ്പ് ആയതുകൊണ്ട് തന്നെ നോയ്സ് ഒന്നും വലിയ കാര്യമായിട്ടില്ല. പക്ഷേ 100നെ അപേക്ഷിച്ചിട്ട് 1600 നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ 3 കൺട്രോൾസാണ് ക്യാമറയിൽ ലൈറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ളത്. അതായത് ഞാൻ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഈ ലൈറ്റ് മീറ്ററിൽ നമ്മൾ 0 വെക്കാൻ, ഇപ്പോൾ പ്ലസ്സിലേക്കാണ് പോകുന്നതെങ്കിൽ, അതായത് +2 ആണെങ്കിൽ 2 സ്റ്റോപ്പ് നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്യുന്നതിനായിട്ട് 2 കാരണങ്ങൾ കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം. ഒന്ന് അപ്പേർച്ചറിൽ നമുക്ക് കട്ട് ചെയ്യാം, അതുമല്ലെങ്കിൽ ഷട്ടറിൽ കട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ലോ സെൻസിറ്റിവിറ്റി നമ്മുടെ സെൻസറിൽ സെറ്റ് ചെയ്യാം. ഈ 3 കാര്യങ്ങൾ വെച്ച് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ടുള്ള റൈറ്റ് എമൗണ്ട് ഓഫ് ലൈറ്റ് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഒരു പ്രൈമറി ലെവലിലാണ്. ഇതിനുശേഷം നമ്മളൊരു ആർട്ടിസ്റ്റിക് ലെവലിൽ നോക്കുമ്പോൾ ഇതിന് നമ്മൾ ഈ ലൈറ്റ് മീറ്റർ ഒന്നും അല്ല വെച്ച് നോക്കുന്നത്. ലൈറ്റ് മീറ്ററിൽ പ്ലസ്സോ അല്ലെങ്കിൽ മൈനസോ ഇട്ടിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാറുണ്ട്. അത് അടുത്ത സ്റ്റെപ്പുകളിലേക്ക് നമുക്ക് മനസ്സിലാകാവുന്ന കാര്യമാണ്. എക്സ്പോഷറിനെ കൺട്രോൾ ചെയ്യാനുള്ള ഈ 3 കാര്യങ്ങൾ നമ്മൾ എക്സ്പോഷർ ട്രയാങ്കിൾ എന്ന് പറയും. ISO, അപ്പർച്ചർ, ഷട്ടർ സ്പീഡ്. ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പോഷർ, അതായത് ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ലൈറ്റ് മീറ്റർ ഉപയോഗിച്ച് നമുക്ക് ബാലൻസ്ഡ് എക്സ്പോഷർ കണ്ടുപിടിച്ച് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് അധികം ക്ലിക്കൊന്നും എടുക്കേണ്ട, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലൈറ്റ് മീറ്റർ വെച്ചിട്ട് ഏതൊക്കെ സിറ്റുവേഷനിൽ എങ്ങനെയൊക്കെ ലൈറ്റ് ഉണ്ടെന്നുള്ളത് ആ ലൈറ്റ് മീറ്റർ നമുക്ക് പറഞ്ഞു തരും. അതിനനുസരിച്ചിട്ട് ഈ ലൈറ്റിനെ നമ്മുടെ ക്യാമറയിലുള്ള സെറ്റിങ്സ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റും. ഇത്രയുമാണ് നമുക്ക് എക്സ്പോഷറിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്.